നൽകുക. 6. പരിസ്ഥിതി പ്രശ്നങ്ങളും അനുബന്ധമായ വിഷയങ്ങളും ചർച്ച ചെയ്ത് പ്രചരിപ്പിക്കുന്നതിനായി ഒരു പബ്ലിക്കേഷൻ വിഭാഗം ഉണ്ടാക്കുക. 7. പരിസര മലിനീകരണം ഒഴിവാക്കുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണവും കർമ്മപരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. 8. പള്ളിയും പരിസരവും വൃത്തിയായും ഭംഗിയായും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മോടി പിടിപ്പിച്ച് ഭംഗിയായി സൂക്ഷിക്കുക. 9. ഇടവക ഡിസ്ട്രിക്ട് ഭദ്രാസന കേന്ദ്രതലങ്ങളിൽ ബോധവൽക്കരണ സ്റ്റഡി ക്ലാസുകൾ നടപ്പാക്കുക. 10. അവലോകന തുടർ നടപടികൾ ഏകോപിപ്പിച്ച് ഈ ഭൂമി മലിനമില്ലാതെ ആയിരിക്കാനും അത് ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോടുള്ളതായ നമ്മുടെ പ്രതിബദ്ധത നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ കമ്മീഷന്റെ പ്രവർത്തനം വഴി സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും സഭയുടെ കർമ്മവും കർത്തവ്യവും നിർവഹിക്കാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പരിസ്ഥിതികളും പരിശുദ്ധ ബാബാന്റെ സാന്നിധ്യം എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരുവേലിയുടെ പ്രാർത്ഥനയും സാന്നിധ്യവും അത് വളരെ വിജയകരമായിട്ട് ചെയ്യുന്നു. പരിസ്ഥിതി കമ്മീഷന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നത് തുങ്കോൺ ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമനസുകൊണ്ട്. തിരുമനസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പോഴും പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് അരമനയെ കാണാൻ ചെന്നാൽ ഒന്നുകിൽ പശുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ മരത്തിന്റെ അടുത്തോ ഒക്കെ ചുറ്റി സഞ്ചരിച്ച് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും അതിനാവശ്യമായ സ്നേഹവും കരുതലും ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു പുസ്തകം എനിക്ക് തോന്നുന്നു സഭയിൽ തന്നെ ഇത്രയും പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച് പുറത്തിറക്കിയ ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്ന സംശയമാണ്. അത്രമാത്രം വളരെ ആഴമായ ചിന്തകൾ പ്രദാനം ചെയ്ത് അതിനോട് താല്പര്യം കാണിക്കുന്ന അഭിമന്യ തിരുമനസുകൊണ്ടാണ് ഇതിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് അഭിമന്യ തിരുമേനിയെ വളരെ ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫ്, നമുക്കേവർക്കും അറിവുള്ളതുപോലെ തന്നെ മലങ്കര സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത് വളരെ ഭംഗിയായും ചിട്ടയായും അത് താഴെ തലങ്ങളിൽ വരെ എത്തിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ജോർജ് ജോസഫിന് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചു എന്നുള്ളത് ഏവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. സഭാതലങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും താഴെ തലങ്ങളിൽ എത്താറില്ല എന്നുള്ളത് ചിലരെങ്കിലും സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ഏത് തീരുമാനങ്ങളാണെങ്കിലും സഭ എടുക്കുന്ന ഒരു തീരുമാനം അത് സഭാജനങ്ങളിൽ എത്തണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായി ജോർജ് ജോസഫിനെ ഞാൻ കാണുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ഏറ്റവും താഴെ തലങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും സഭാജനങ്ങളെ സംബന്ധിച്ച് അത് സഭയെക്കുറിച്ച് അഭിമാനം കൊള്ളുവാൻ തക്കവണ്ണം എൻ്റെ സഭ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സഭാജനങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ സാധ്യമായിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫിനെ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായി പറയുവാൻ കഴിവുള്ള വ്യക്തിയാണ്. അച്ഛൻ്റെ സെമിനാരിലെ ക്ലാസ്സുകളിലൊക്കെ ഇരുന്നപ്പോൾ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെതായ ആശയങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകത്തിലെ എല്ലാവിധമായ സഭകളെയും ഉൾക്കൊള്ളിച്ച് അവിടെയൊക്കെയും അച്ഛൻ്റെ ആശയങ്ങൾ അച്ഛൻ്റെതായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ സന്ദേശവും ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല.
അച്ഛനെ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മാത്യു കോശി, മാവേലിക്കര ബിഷപ്പ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന മാത്യു കോശി സാറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് CSI സഭയാണ് ലോകത്തിലെ ക്രിസ്തീയ സഭകളിൽ ഏറ്റവും അധികം പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു സഭ. UN-ന്റെ പ്രത്യേകമായ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ക്രിസ്തീയ സഭയാണ് CSI സഭ. CSI സഭയിലെ പരിസ്ഥിതി സംബന്ധമായ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകുന്നതും ദിശാബോധം നൽകുന്നതും ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കോശി സാറിൻ്റെ പ്രവർത്തനമാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. സാറിൻ്റെ പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും പുസ്തകങ്ങളുമൊക്കെയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും സാറിൻ്റെ ഇന്നത്തെ ദിവസത്തെ സാന്നിധ്യവും അതുപോലെ തന്നെ സന്ദേശവും ഈ വിഷയങ്ങളിൽ നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സാറിനെ വളരെ സന്തോഷപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കോളേജിൻ്റെ ബെസേലിയസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന ജേക്കബ് കുര്യൻ ഓണാട്ട് സാറ് ഈ പ്രവർത്തനങ്ങളൊക്കെയും വളരെ ഭംഗിയായി നടത്തപ്പെടുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഓണാട്ട് സാറാണ്. പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുകയും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരുന്നത് സാറാണ്. സാറിനെ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PC ഏലിയ സാറ് അഡ്വൈസറി ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലാണ്. ഈ പരിസ്ഥിതി സംബന്ധമായ എല്ലാ വിഷയങ്ങളിലും വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് സാറാണ്. സാറിനെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരായ വൈദിക ശ്രേഷ്ഠർ, തീർച്ചയായും വന്നുയർന്നിരിക്കുന്ന ഏവരും പരിസ്ഥിതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരുമാണ് എന്ന് മനസ്സിലാക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഒറ്റ വാക്കിൽ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതി സംബന്ധമായ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കോളേജിലെ അധ്യാപകർ, ഈ കോളേജിൽ മുൻപ് പഠിപ്പിച്ചിട്ടുള്ളതായ അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ തന്നെ കുട്ടികൾ ഏവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഏവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ചിന്തകൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുവാനും ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി നമ്മുടേതായ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കും. ലക്ഷ്യം സത്യവും മാർഗം പ്രാർത്ഥനയും ശൈലി സ്നേഹവുമായി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഈ ചടങ്ങ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് ഭക്തി ആദരപൂർവ്വം അപേക്ഷിക്കുന്നു. ഉപഭോക്തരായിരിക്കുന്ന സഹോദര മിത്രമാരെ മറ്റു വ്യക്തിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രകൃതിയെ